everyone. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരുപാട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബിസിനസ് ആപ്ലിക്കേഷൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർട്ട് ആപ്ലിക്കേഷൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡാറ്റ സ്റ്റോറേജ് ആപ്ലിക്കേഷൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബാക്കപ്പ് ആപ്ലിക്കേഷൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻസ്, എൻ്റർടൈൻമെൻറ്റ് ആപ്ലിക്കേഷൻസ്, അങ്ങനെ ഒരുപാട് ടൈപ്പുകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മാനേജ്മെൻറ്റ് കേസിൽ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷൻ ലെവലിൽ യൂസ്ഫുൾ ആവുന്നതെന്നാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് ഒരുപാട് മാനേജ്മെൻറ്റ് ടൂൾസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ ടൈപ്പിലുള്ള ക്ലൗഡ് ആക്ടിവിറ്റീസും മാനേജ് ചെയ്യാനും, അതേപോലെ തന്നെ റിസോഴ്സ് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാനും, ഡാറ്റ ഇൻ്റഗ്രേഷൻ, ഡിസാസ്റ്റർ റിക്കവറി, അങ്ങനെ ഒരുപാട് മാനേജ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരുപാട് മാനേജ്മെൻറ്റ് ടൂൾസ് തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ടൂൾസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഓഫേഴ്സ് വേരിയസ് ക്ലൗഡ് മാനേജ്മെൻറ്റ് ടൂൾസ് വിച്ച് ഹെൽപ്പ് അഡ്മിൻ ടു മാനേജ് ഓൾ ടൈപ്പ് ഓഫ് ക്ലൗഡ് ആക്ടിവിറ്റീസ്. അതായത് അഡ്മിന് ഏത് ടൈപ്പിലുള്ള ക്ലൗഡ് ആക്ടിവിറ്റീസ് ആണെങ്കിലും അത് മാനേജ് ചെയ്യാം. അതിന് റിസോഴ്സ് ഡിപ്ലോയ്മെൻറ്റ് ആയിക്കോട്ടെ, ഡാറ്റ ഇൻ്റഗ്രേഷൻ ആയിക്കോട്ടെ, ഡിസാസ്റ്റർ റിക്കവറി ആയിക്കോട്ടെ, ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതിലൂടെ അവർക്ക് മാനേജ് ചെയ്യാൻ കഴിയും. മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും, പ്രത്യേകിച്ച് പ്ലാറ്റ്ഫോംസ് ആവട്ടെ, ആപ്ലിക്കേഷൻസ് ആവട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനും ഇത്തരം മാനേജ്മെൻറ്റ് ടൂൾസ് ഇവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ക്ലൗഡ് ആക്ടിവിറ്റീസും അതിൻ്റെ എല്ലാ റിലേറ്റഡ് ഡാറ്റയും മാനേജ് ചെയ്യാനും, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മാനേജ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഇത്തരം ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ മാനേജ്മെൻറ്റ് ടൂൾസിൽ വരുന്നത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൽ വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് ടോഗിളാണ്. എന്തിനാണ് ടോഗിൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ടോഗിൾ ഹെൽപ്ഫുൾ ആവുന്നത്? ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, മാനേജ്മെൻറ്റിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ കേസിൽ എല്ലാത്തിനും ഒരു അലോക്കേറ്റഡ് പീരിയഡ് ഓഫ് ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ യൂസേഴ്സ് ഇതിനകത്ത് പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് അറിയണം, ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രയോ കാലം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അവരൊരു ലിമിറ്റഡ് പീരിയഡ് ഓഫ് ടൈമാണ് നമുക്ക് തരിക, അലോക്കേറ്റ് ചെയ്ത് തരിക. ആ അലോക്കേറ്റ് ചെയ്ത ടൈമിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഈ ടോഗിൾ എന്ത് ഹെൽപ്പ് ചെയ്യും? നമുക്ക് എത്രയാണ് അലോക്കേറ്റഡ് ടൈം പീരിയഡ് ഫോർ എ പെർട്ടിക്കുലർ പ്രൊജക്റ്റ്, ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിന് എത്രയാണോ അലോക്കേറ്റഡ് ടൈം പീരിയഡ് എന്നുള്ളത് ട്രാക്ക് ചെയ്യാനാണ് ടോഗിൾ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് എവർനോട്ട്. എവർനോട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കിപ്പോൾ റെക്കോർഡഡ് നോട്ട്സ്, അതേപോലെ തന്നെ ടൈപ്പ്ഡ് ആയിട്ടുള്ള നോട്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള നോട്ട്സുകൾ നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ കേസിൽ നമ്മളുടെ കയ്യിലുണ്ടാവും. അതൊക്കെ നമുക്കൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ സിങ്ക് ചെയ്യാനും സേവ് ചെയ്യാനുമാണ് ഈ എവർനോട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് അവൈലബിൾ ഫോർ ബോത്ത് ഫ്രീ ആസ് വെൽ ആസ് പെയ്ഡ് വേർഷൻ. നമുക്ക് രണ്ട് രീതിയിലും എവർനോട്ട് അവൈലബിൾ ആവുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ടൈപ്പുകളും ഉണ്ട്, അതേപോലെ തന്നെ പെയ്ഡ് ആയിട്ടുള്ള വേർഷൻസും ഉണ്ട്. പിന്നെ നമുക്ക് ഈ എവർനോട്ട് ഏത് ടൈപ്പിലുള്ള പ്ലാറ്റ്ഫോംസിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ വിൻഡോസ്, മാക് OS, ആൻഡ്രോയിഡ്, iOS, ബ്രൗസർ, യൂണിക്സ്, അങ്ങനെ ഏത് ടൈപ്പ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഈ എവർനോട്ട് അല്ലെങ്കിൽ ഇത്തരം മാനേജ്മെൻറ്റ് ടൂൾസ് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും ആക്സസ് ചെയ്യാനും ഒക്കെ കഴിയുന്നതാണ്. പിന്നെ വരുന്നതാണ് ഔട്ട്റൈറ്റ്. ഔട്ട്റൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് നമ്മുടെ അക്കൗണ്ടൻറ്റ് പർപ്പസുകൾ, അതായത് അക്കൗണ്ട്സിൻ്റെ കേസുകളിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു ട്രാക്ക് ഇൻകം, എക്സ്പെൻസസ്, പ്രോഫിറ്റ്, ലോസസ് ഇൻ റിയൽ ടൈം എൻവിറോൺമെൻറ്റ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ഓർഗനൈസേഷൻ്റെ കേസിൽ അവിടെ ക്യാഷ് അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ ഈ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ തന്നെ അതിന് ഇൻകം എങ്ങനെയാണ് വരുന്നത്, എക്സ്പെൻസസ് എത്രയാണ് വരുന്നത്, അതിൻ്റെ പ്രോഫിറ്റ് എന്താണ് ഇനി പറയാൻ പറ്റില്ല. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ് ലോസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലോസ് എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാം. ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് ഇതൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ വ്യക്തമായിട്ട് നമുക്കത് ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അത് മാനേജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ, അതായത് ഇൻകം എങ്ങനെയാണ് ഇപ്പോൾ ഒരു റിയൽ ടൈം എൻവിറോൺമെൻറ്റിൽ എങ്ങനെയാണ് ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ഇൻകം വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ എക്സ്പെൻസസ് പോകുന്നത്, പ്രോഫിറ്റ് എങ്ങനെയാണ് പോകുന്നത്, ലോസസ് എങ്ങനെയാണെന്നൊക്കെ
ട്രാക്ക് ചെയ്യാനാണ് നമ്മൾ ഈ ഔട്ട്റൈറ്റ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അക്കൗണ്ട്സ് പർപ്പസുകൾ കംപ്ലീറ്റ് മാനേജ് ചെയ്യാനും അത് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നതാണ്. പിന്നെ വരുന്നതാണ് ഗോ ടു മീറ്റിംഗ്. ഈ ഗോ ടു മീറ്റിംഗ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വീഡിയോ കോൺഫറൻസിങ് അതുപോലെ ഓൺലൈൻ മീറ്റിംഗ് ആപ്സ് ഒക്കെയാണ്. എന്തിനാണ് വീഡിയോ കോൺഫറൻസിങ് അല്ലെങ്കിൽ ഇത്തരം ഓൺലൈൻ മീറ്റിംഗ് എന്തിനാണ് നമ്മൾ നടത്തുന്നത്? നമുക്കറിയാം, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ബിസിനസ് പാർട്ട്നേഴ്സായിട്ട് ഏത് ടൈമിലും എനി ടൈം എനിവേർ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇൻറ്ററാക്ട് ചെയ്യേണ്ടി വരും. എന്നാലേ അതിൻ്റെ സക്സസ് എത്രത്തോളമാണ് അല്ലെങ്കിൽ ഫെയിലിയർ എത്രത്തോളമാണ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് ഈ ഗോ ടു മീറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. ഇത് അലോ ചെയ്യുന്നത് എങ്ങനെയാണ്? ടു സ്റ്റാർട്ട് എ മീറ്റിംഗ് വിത്ത് യുവർ ബിസിനസ് പാർട്ട്ണർ ഫ്രം എനി ടൈം എനിവർ യൂസിങ് മൊബൈൽ ഫോൺ ഓർ ടാബ്ലറ്റ്സ്. നമുക്ക് ഇത്തരം ഗോ ടു മീറ്റിംഗ് ആപ്സ് യൂസ് ചെയ്തുകൊണ്ട് ഏത് ടൈമിൽ എവിടെ വെച്ച് വേണമെങ്കിലും ഒരു മൊബൈൽ ഫോണോ ടാബ്ലറ്റോ യൂസ് ചെയ്തുകൊണ്ട് ഇൻറ്ററാക്ട് ചെയ്യാവുന്നതാണ്. ഇത്തരം ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ റിലേറ്റഡ് ടാസ്കുകളും ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് മീറ്റിങ്ങുകൾ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ പ്രസൻറ്റേഷൻസ് വ്യൂ ചെയ്യാം. മാത്രമല്ല, എന്തെങ്കിലും അപ്കമിങ് മീറ്റിംഗ്സ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അലേർട്ട് ഗെറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അലേർട്ട്സ്, നെക്സ്റ്റ് മീറ്റിംഗ് എപ്പോഴാണ് എന്നുള്ളതിൻ്റെ അലേർട്ട്സ്. അതേപോലെ തന്നെ ഒരു ഷെയർഡ് സ്ക്രീൻ വെച്ചിട്ട് നമുക്ക് പ്രസൻറ്റേഷൻസ് വ്യൂ ചെയ്യാം. അതേപോലെ തന്നെ മീറ്റിങ്സുകളൊക്കെ ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ഇത്രയും പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോ ടു മീറ്റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്? നമ്മുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന മാനേജ്മെൻറ്റ് അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തിനായിരുന്നു മാനേജ്മെൻറ്റ് അപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ്റെ കേസിനകത്ത് അതിനകത്ത് നടക്കുന്ന ക്ലൗഡ് ആക്ടിവിറ്റീസ്, റിസോഴ്സ് ഡിപ്ലോയ്മെൻറ്റ്, ഡാറ്റ ഇൻ്റഗ്രേഷൻ, ഡിസാസ്റ്റർ റിക്കവറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ ഒരു മാനേജ്മെൻറ്റ് ടൂൾസ് ആവശ്യമാണ്. മാത്രമല്ല, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മാനേജ് ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് വേണം? നമുക്ക് ഇത്തരം മാനേജ്മെൻറ്റ് അപ്ലിക്കേഷൻസ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ടോഗിളാണ്. ടോഗിൾ എന്തിനായിരുന്നു? ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് അലോക്കേറ്റഡ് ആയിട്ടുള്ള പീരീഡ് ഓഫ് ടൈം ട്രാക്ക് ചെയ്യാനാണ് ഈ ടോഗിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് എവർനോട്ടാണ്. എവർനോട്ട് എന്ന് പറയുന്നത് റെക്കോർഡഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാവും, ടൈപ്പ്ഡ് നോട്ട്സ് ഉണ്ടാവും, അങ്ങനെ പല ടൈപ്പിലുള്ള നോട്ട്സ് ഉണ്ടാവും. അതൊക്കെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസിൽ നമുക്ക് സേവ് ചെയ്യാനും സിങ്ക് ചെയ്യാനൊക്കെയാണ് നമ്മൾ എവർനോട്ട് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഫ്രീ ആയിട്ടും അവൈലബിൾ ആണ്, പെയ്ഡ് വേർഷൻസും അവൈലബിൾ ആണ്. മാത്രമല്ല, ഈ എവർനോട്ട് ഏത് പ്ലാറ്റ്ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാം? വിൻഡോസും ഒക്കെയാണ്, മാക് OS, ആൻഡ്രോയിഡ്, iOS, ബ്രൗസർ, യൂണിക്സ്, ഏത് ടൈപ്പ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം? എവർനോട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ഔട്ട്റൈറ്റ് ആണ്. ഔട്ട്റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഔട്ട്റൈറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഇൻകം, എക്സ്പെൻസ്, പ്രോഫിറ്റ്, ലോസസ് ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഔട്ട്റൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫൈനലി വരുന്നത് ഗോ ടു മീറ്റിംഗ് ആണ്. അതായത് നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സായിട്ട് എനി ടൈം എനിവേർ നമുക്ക് മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്നൊരു മീറ്റിംഗ് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും കഴിയും. അതിന് ഒരുപാട് ഓൺലൈൻ മീറ്റിംഗ് ആപ്സ് അവൈലബിൾ ആണ്, വീഡിയോ കോൺഫറൻസിങ് അവൈലബിൾ ആണ്. മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് മീറ്റിംഗ്സ് ജോയിൻ ചെയ്യാം, പ്രസൻറ്റേഷൻസ് ഷെയർഡ് സ്ക്രീൻ യൂസ് ചെയ്തിട്ട് വ്യൂ ചെയ്യാം. അതേപോലെ തന്നെ വരുന്ന നെക്സ്റ്റ് അപ്കമിങ് മീറ്റിങ്ങുകളുടെ അലേർട്ടുകൾ ഗെറ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഈ ഗോ ടു മീറ്റിങ്ങിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്